നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പിന്നോക്ക സംഘടനയായ BDJS UDF-ലേക്ക് വരണമെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ. ഭൂരിപക്ഷ വർഗീയതയാണ് അപകടകരം. ഇത് BDJS തിരിച്ചറിയണം. അവർ ഉൾപ്പെടുന്ന പിന്നോക്കക്കാർ സംവരണം വേണ്ടെന്ന BJP-യുടെ നിലപാടിനെ എതിർക്കണമെന്നും CP ജോൺ പറഞ്ഞു. ജാതി സെൻസ് ഉൾപ്പെടെയുള്ളവ കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ് അംഗീകരിക്കുന്നത്. പിന്നോക്കക്കാർക്ക് എതിരെ നിൽക്കുന്ന അമിത്ഷായുമായി മുന്നണിയിൽ ഇരിക്കണോ എന്ന് BDJS-നെ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിലെ അംഗങ്ങൾ ചിന്തിക്കണമെന്നും CP ജോൺ പറഞ്ഞു. BJP ഉയർത്തുന്ന ത്രികോണ മത്സരത്തിന്റെ ആനുകൂല്യം കൊണ്ട് ജയിക്കാം എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിജയരാഘവനെ പോലുള്ള ആളുകളും അതിനെ പിന്താങ്ങിക്കൊണ്ട് MP ഗോവിന്ദനുമെല്ലാം ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ അതേ അർത്ഥത്തിൽ അത് പിണറായി വിജയൻ പറയുന്നത് ഞാൻ കാണുന്നില്ല. പക്ഷേ രണ്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ വിജയരാഘവനും ഗോവിന്ദനും അത് ആവർത്തിക്കുകയാണ്. BJP-യുടെ പരാജയം ഇവിടുത്തെ ഒന്ന് രണ്ട് ചെറിയ മുസ്ലിം പാർട്ടികൾക്ക് അല്ലെങ്കിൽ മുസ്ലിം കേന്ദ്രീകൃത പാർട്ടികൾക്ക് ചാർത്തി കൊടുക്കുകയാണ്. അവരുമായി ഞങ്ങൾ ചേർന്നതുകൊണ്ടാണ് ജയിച്ചത് എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ 65% വോട്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയത്. 65% വോട്ട്. 22% വോട്ടാണ് LDF-ന്റെ സ്ഥാനാർത്ഥി സത്യം മൊകേരിക്ക് കിട്ടിയത്. 10% വോട്ടാണ് BJP-ക്ക് കിട്ടിയത്. പിന്നെ ചെറിയ ചെറിയ വോട്ടുകളേ ഉള്ളൂ. അപ്പോൾ 65% വോട്ട് കോൺഗ്രസിൻ്റെ നേതാവ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുമ്പോഴും ആ വിജയത്തിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ കാരണം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ പറയുക എന്ന് പറഞ്ഞാൽ അത് RSS-നെ പോലും ലജ്ജിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ന്യൂനപക്ഷ സംഘടനകളായ ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPI-യുടെയും വോട്ടുകൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്നും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെവിടെയും ഭൂരിപക്ഷ വർഗീയതയാണ് അപകടകരമാവുന്നതെന്ന് CP ജോൺ പറഞ്ഞു. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ ഭൂരിപക്ഷ വർഗീയതയാണ് അപകടം. ഇന്ത്യയിൽ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയാണ്. അവരോളം അപകടകരമല്ല ന്യൂനപക്ഷ വർഗീയത. ന്യൂനപക്ഷങ്ങൾ മത തീവ്രവാദത്തിലേക്ക് കൂടുതൽ പോകാതിരിക്കാൻ മതേതര ചേരിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഈ അർത്ഥത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPI-യുടെയും പിന്തുണ തേടുന്നതിൽ തെറ്റില്ലെന്ന് CMP പറയുന്നതെന്ന് CP ജോൺ വ്യക്തമാക്കി. CPM ജയിച്ചത് BJP-ക്ക് ആത്മവിശ്വാസം പാടില്ലെന്നും മലബാറിലെ പോലെയല്ല തിരുവിതാംകൂർ എന്നും CP ജോൺ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ CA അജീർ, P സുരേഷ് ബാബു, സുധീർ കടന്നപ്പള്ളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.